ഇത് ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. കുറച്ച് ചീത്തൊക്കെ കേട്ടു കേട്ടോ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ എന്നും ഉള്ളതുപോലെ ട്യൂട്ടോറിയൽ വീഡിയോസ് അല്ല, ഇന്ന് നമ്മുടെ ഒരു കുട്ടി വ്ളോഗാണ്. നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ആദ്യത്തെ വ്ളോഗാണ്. അപ്പം ഇന്ന് നല്ലൊരു മഴ ദിവസമാണ്. ഞാൻ കുറച്ച് ട്യൂട്ടോറിയൽസിനായിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഓർഡർ ചെയ്തിരുന്നു വണ്ടിയുടെ സ്വന്തം, പക്ഷെ അത് ഇതുവരെ കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് കുറച്ചൊന്ന് ഡിലേ ആവും. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് ആയേക്കാന്ന് വിചാരിച്ചു. അപ്പം നേരെ അടുക്കള കയറി ഇങ്ങ് ഷൂട്ടും തുടങ്ങി. റാൻഡമായിട്ട് ജസ്റ്റ് ഷൂട്ട് ചെയ്തുള്ളൂ. എനിക്കങ്ങനെ അങ്ങനെ വ്ളോഗൊന്നും അങ്ങനെ നമ്മളിവിടെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ ആദ്യം ഫസ്റ്റ് ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അത് പക്ഷേ ഞങ്ങൾ ഒരു ട്രിപ്പ് പോയതിൻ്റെ ഉള്ള വീഡിയോസ് ഇട്ടതാണ്. ഇങ്ങനെ വ്ളോഗ് ആക്കി ഇടണം എന്നോർത്ത് എടുത്ത വീഡിയോസും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പം നിങ്ങൾക്ക് ബോറിംഗ് ആവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ഈ വ്ളോഗിലുള്ളത് എൻ്റെ അമ്മയും ചേച്ചിയുമാണ്. അപ്പം അവർക്ക് ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വരാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവരെ ഞാൻ കാണിക്കുന്നില്ല. അപ്പം അവരാണ് എൻ്റെ ഹെൽപ്പേഴ്സ്. ഞാനിങ്ങനെ ജസ്റ്റ് ഷൂട്ട് ചെയ്ത തൊഴി അവരുടെ ഇടപെടി അവരെ ഡിസ്റ്റർബ് ചെയ്ത് നടന്ന് എടുത്ത ഒരു വീഡിയോയാണ്. കുറച്ച് ചീത്തൊക്കെ കേട്ടു കേട്ടോ. അപ്പം നമുക്ക് വ്ളോഗിലോട്ട് പോകാം. അപ്പോൾ വീട്ടിലെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് വേണ്ടി തക്കാളി ചോറ് ഉണ്ടാക്കുവാണ്. ചേച്ചിയാണ് ഈ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ ദാണ്ടെ ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണ സൺഫ്ലവർ ഓയിലിൻ്റെ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലിടയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. ചില ഇടങ്ങളിൽ ഭയങ്കര ബഹളമായി ആയതുകൊണ്ട്. ഇതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ എടുത്ത വീഡിയോ കേട്ടോ. ഈ ജനലൊന്ന് തുറന്നുവാണെങ്കിൽ ഇച്ചിരി കാറ്റ് കിട്ടിയേനെ കേട്ടോ. ഇത് ചൂടായിട്ടുണ്ടേ. ചൂടായി കേട്ടോ. പക്ഷെ മാറി നിക്കാം. ഇവിടെ കടുക് ഇങ്ങനെ പോട്ടെ. അപ്പൊ നമുക്ക് അപ്പുറ അടുക്കളയിൽ എന്തായെന്ന് നോക്കാം. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ വന്നപ്പോഴേക്കും കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചോണ്ടിരിക്കുവാണ്. പിന്നെ സവോള ഇടുന്നുണ്ട്. അപ്പം ഇതൊന്ന് മൂത്ത് വഴണ്ടു വരണം. ഞാൻ ഉദ്ദേശിച്ചത് വ്ളോഗാണ്, പക്ഷെ ഇത് ചെയ്തു വന്നപ്പോൾ പാചക വീഡിയോ ആയി പോയെന്ന് സംശയം. ഇത് ഞങ്ങളുടെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും സവാളയും കൂടെ ഇടയ്ക്ക് കൊച്ചുള്ളിയും ഉണ്ട്. ആയിട്ട് വഴറ്റുകയാണ്. എണ്ണ ഒഴിച്ചു വെക്കുന്നത് മറ്റേ സൺഫ്ലവർ ഓയിൽ. തക്കാളി പോയാ അതൊക്കെ
അല്ല ആ ചോറ് കൊടുക്കാം. ഇതാവാൻ സമയം ഇട്ട് കൂടി ഇനി ഇനി ഇത് വേവണം. ഞാൻ ഇച്ചിരി മൂടി ഇതിന് നന്നായിട്ട് വേവണം. ഞാനൊരു കാര്യം പറയട്ടെ. ഇനി നമ്മൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് വേവിക്കണം. അതിന്റെ എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു കണ്ടീഷൻ വരെ നമ്മളിത് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കണം. ഇതാ ഇതേപോലെ ഇപ്പൊ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് വേവിച്ച് വെച്ച ചോറാണ്. അത് നമ്മൾ ഈ ഗ്രേവിയിലോട്ട് ഇട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സ്റ്റൗ ഓഫ് ആക്കിയിട്ടില്ല. ആ ചൂടോടെ കൂടെ തന്നെ ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നാളെ അപ്പാണോ? അപ്പം ബ്ലോഗ് എടുക്കാവേ. പ്രിപ്പറേഷൻ നീ ഇത്ര ഉള്ളൂ. നീ പോയി. ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എടുത്തോളാം. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നല്ലൊരു മഴ ദിവസമായിരുന്നു. ഒന്ന് മഴ ശമിച്ചതായിരുന്നു. ഇനിയിപ്പോൾ ദാ അടുത്തതിനുള്ള ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.